ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫാൻറ്റസി ജേനയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് അഖിൽ ബാലസുബ്രഹ്മണ്യൻ സൈൻ വിത്ത് യു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വ്ളോഗ് എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ പീരീഡിലെ ആക്ടിവിറ്റീസാണ്. ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ തട്ടിക്കൂട്ടിയൊരു ഫിഷ് ടാങ്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ലോക്ക്ഡൗൺ പീരീഡിൽ തട്ടിക്കൂട്ടി നമ്മുടെ ഫിഷ് ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫിലോപ്പിയുടെ മീനാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫിഷ് ടാങ്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, ഇതിന് യൂസ് ചെയ്തിട്ടുള്ള സിമെൻറ്റിൻ്റെ റേഷ്യോ തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക. പിന്നെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഫിഷ് ടാങ്ക് പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലം. ഇത് അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ ആകെ കാടും പടലും പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലീനിങ് ആരംഭിക്കാം. ഈ കിടക്കുന്ന കല്ലുകൾ കൊണ്ടാണ് നമ്മൾ ഫിഷ് ടാങ്ക് പണിയാൻ പോകുന്നത്. കാരണം നമുക്ക് നല്ല കല്ല് കിട്ടാനോ പണിക്കാർ കിട്ടാനോ ഒരു നിവൃത്തിയില്ല, ലോക്ക്ഡൗൺ ആയ കാരണം തന്നെ. സോ നമ്മൾ തന്നെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ മതിൽ പൊളിച്ച സമയത്ത് കിട്ടിയ വേസ്റ്റ് കല്ലുകളാണ്. അപ്പോൾ ഈ കല്ലുകളൊക്കെ നല്ല പവർഫുള്ളാണ്. ഒറ്റ പ്രശ്നമല്ലോ, ഒന്നിനും ഷേപ്പില്ല. അപ്പോൾ അത് നമ്മൾ ചെത്തി നല്ല ഷേപ്പാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫിഷ് ടാങ്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് കനത്തിൽ താഴത്തേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നല്ല, കല്ല് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ കെട്ടുമ്പോൾ കല്ല് വളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറ് വലിച്ച് അങ്ങോട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. വലിയ പണിക്കാരൊക്കെ അങ്ങനെ ചെയ്യാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ തന്നെയാണ് സിമെൻറ്റ് ഇട്ട് കൂട്ടുന്നത്. വേറെ ഒന്നല്ല, ബാലൻസ് വരുന്ന സിമെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇട്ട് വെള്ളം വെച്ചിട്ട് അടിയിൽ പരത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടിയും തറയ്ക്ക് ബലം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ഇട്ട് കൂട്ടുന്നത്. പിന്നെ മിക്സിങ് റേഷ്യോ എന്ന് പറയുന്നത് 4:1 എന്നുള്ള അനുപാതത്തിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതായത് 4 ചട്ടി മണലിന് 1 ചട്ടി സിമെൻറ്റ് എന്നുള്ള കണക്കിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പലരും പല രീതിയിലൊക്കെയാണ് ഞാൻ ചോദിച്ചവരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ചിലർ പറയും 5:1, ചിലർ 3:1, അങ്ങനെ പല കണക്കുകൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഒരു കണക്കുകളിൽ വെച്ചിട്ട് 4 ചട്ടി മണലിന് 1 ചട്ടി സിമെൻറ്റ് എന്നുള്ള കണക്കിലാണ് നമ്മൾ ഈ കട്ടകളുടെ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ എടുത്തിട്ടുള്ളത്. കൊറോണ വന്ന കാരണം നമ്മൾ അറിയാത്ത ഒരുപാട് പണികൾ നമ്മളിപ്പോൾ ചെയ്ത് പഠിക്കുന്നുണ്ട്. ഈ വർക്കുകളൊക്കെ തന്നെ നമുക്ക് ഒട്ടും തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത വർക്കുകളാണ്. നമ്മൾ എവിടെയെങ്കിലൊക്കെ വർക്ക് നോക്കി കണ്ടിട്ടൊന്നല്ലാതെ നമുക്ക് വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ യൂട്യൂബിൽ ഓരോരുത്തരൊക്കെ ചെയ്യണ വീഡിയോ കണ്ടുപഠിച്ചിട്ടാണ് നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് ഒരിക്കലും ഒരു പ്രൊഫഷണൽ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരെ വർക്കായിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ വർക്കൊക്കെ ശരിക്കും അറിയുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ വർക്കൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവർ പല്ല് കടിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആകെ ഒരു കൊലരിയുമ്പോൾ തേക്കണ സാധനം മാത്രമേ ഉള്ളൂ. വേറെ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഉള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് നമ്മളൊരു തട്ടിക്കൂട്ട് പോലെ ഒരു ഏകദേശം ഒരു മണക്കണക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതിൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ തെറ്റുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക. അങ്ങനെ നമ്മുടെ ടാങ്ക് പണിയുടെ 3ാമത്തെ ദിവസം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കണക്കിനാണ് നമ്മൾ ഫസ്റ്റത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്തത്. കാരണം ഈ കല്ലുകളൊന്നും ഷേപ്പ് അല്ലാത്ത കാരണം നമ്മൾ ഓരോ കല്ലെടുത്തിട്ട് നമ്മളിങ്ങനെ ചെത്തി ഇങ്ങനെ ഷേപ്പാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് എക്സ്പീരിയൻസ് ആയ കാരണം നമ്മളിപ്പോൾ കുറച്ച് സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ടാങ്ക് പണി ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് 5ാമത്തെ ദിവസമായി. അപ്പോൾ ഇന്ന് നമ്മൾ തേപ്പ് ആരംഭിക്കാൻ പോവാണ്. അപ്പോൾ തേക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് 2 ചട്ടി മണലിന് 1 ചട്ടി സിമെൻറ്റ് എന്നുള്ള റേഷ്യോയിലാണ്. കാരണം ഈ കല്ലുകളൊന്നും ഒട്ടും തന്നെ ഷേപ്പില്ലാത്ത കാരണം സ്ലേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെരിവുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമെൻറ്റ് കാര്യത്തിൽ ഒട്ടും തന്നെ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല ഹാർഡായിട്ട് തന്നെയാണ് നമ്മൾ തേക്കണത്. പിന്നെ ഈ തേപ്പ് ഒട്ടുന്ന എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ ആദ്യമായിട്ട് തേക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമായിട്ട് തേക്കുന്ന സമയത്ത്. കാരണം ഈ സിമെൻറ്റ് ഭിത്തിയിൽ ഒട്ടുപിടിച്ചിരിക്കുന്നില്ല. നമ്മൾ തേച്ച ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം കൂടി അടർന്ന് നിലത്തേക്ക് വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് ആകെ പരാജയപ്പെട്ട് നമ്മൾ ആകെ ഭ്രാന്ത് പിടിച്ച് പണി നിർത്തി വെക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ പല വിദഗ്ധന്മാരായിട്ട് വിളിച്ച് ചോദിച്ചു പല യൂട്യൂബ് വീഡിയോകൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വീണ്ടും വർക്ക് ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നമ്മളെടുത്ത മിക്സിങ്ങിൽ വെള്ളം കുറച്ച് കൂടിപ്പോയി. അപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഈ തേക്കണ സമയത്ത് ഭിത്തിമേ പിടിക്കില്ല. അത് അങ്ങനെ തന്നെ അടർന്ന് നിലത്തേക്ക് വീഴും. പിന്നെ നമ്മൾ തേക്കണതിന് മുമ്പ് ഭിത്തിയിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക. അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ വെള്ളം, അതായത് ഗ്രൗട്ട് എന്നാണ് അതിന് പറയുന്നതാണ്. വെള്ളത്തിൽ സിമെൻറ്റിൻ്റെ പൊടി കലക്കിയിട്ട് ഭിത്തിയിൽ തെളിച്ച് കൊടുക്കുക. അതിന് ശേഷം തേച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവിടെ പിടിച്ചിരുന്നോളും. അപ്പോൾ ഇതൊക്കെ പല പല വിദഗ്ധന്മാരിൽ നിന്ന് കിട്ടിയ ടിപ്പുകളാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് വേറെ ഒന്നല്ല, നമുക്ക് സിമെൻറ്റും സാധനങ്ങളൊക്കെ കൊണ്ട് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കാരണം 4 മൂല അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഓരോ ചട്ടിയായിട്ട് നമ്മൾ പൊന്തിച്ച് ഇടേണ്ടി വരും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. ഇത് അവസാനം നമുക്ക് തേക്കാൻ വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ തേച്ച സിമെൻറ്റ് വലിഞ്ഞ ശേഷം നമ്മൾ സിമെൻറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് പേസ്റ്റ് പോലെ രൂപത്തിലാക്കിയ മിശ്രിതം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന പോലെ ജസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം വെള്ളം കെട്ടി നിർത്തേണ്ടതാണല്ലോ. പിന്നെ ഇതിപ്പോൾ നമ്മൾ എഡ്ജാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എഡ്ജ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത്. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് പകുതി നമ്മൾ തേച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ആയി നമുക്ക് ഈസി ആയിട്ട് തേക്കാമെന്നുള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പിന്നെ ഈ തറ തേക്കുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ മീനിൻ്റെ വേസ്റ്റൊക്കെ ഒരു സൈഡിലേക്ക് അടിയാൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും അത്. ടാങ്കിൻ്റെ അകത്തെ വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടി ഇടുന്ന എക്സിറ്റ് പൈപ്പിൻ്റെ സൈഡിലേക്ക് സ്ലോപ്പ് ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ 4 വശം തേപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒന്നും ഇട്ടിട്ടില്ല, കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം വേറെ ഒന്നല്ല, ഇതിൻ്റെ ഏകദേശം ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 20 മണിക്കൂറോളം ഉണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം ലാപ്സിൽ ഹൈ സ്പീഡിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ലെങ്ത്ത് കൂടുന്ന കാരണം നമ്മൾ കുറേ വിഷ്വൽസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മുടെ ടാങ്ക് പണിയുടെ ഈ ഒരു ഗ്യാപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് പണിയുടെ ഒരു 80% കഴിഞ്ഞു എന്ന് പറയാം. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പുറത്ത് കുറച്ച് തേക്കാനുണ്ട്. പിന്നെ അകത്ത് തറം കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കഴിഞ്ഞു ടാങ്ക് പണി. അങ്ങനെ നമ്മുടെ ടാങ്കിൻ്റെ തറയുടെ തേപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ സിമെൻറ്റും മണലും മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊണ്ട് നമ്മൾ 4 സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അങ്ങനെ നമ്മുടെ ടാങ്ക് പണി കംപ്ലീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ടാങ്ക് പണി കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റയടിക്ക് വെള്ളം നിറച്ച് നിർത്താൻ പാടില്ല എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം, പിന്നെ പകുതി വെള്ളം, പിന്നെ ഫുള്ള് വെള്ളം, അങ്ങനെ ഒരു 5 ദിവസം 6 ദിവസം എടുത്തിട്ടാണ് നമ്മൾ വെള്ളം മുഴുവൻ നിറയ്ക്കാൻ പാടുള്ളൂ എന്നാണ് വലിയ വലിയ ആൾക്കാർ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം നിർത്തുന്നുള്ളൂ. പിന്നെ ഈ സൈഡിലൊക്കെ പരിപരത്തെ പോലെ കാണുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ മണലും സിമെൻറ്റും വെള്ളം മിക്സ് ചെയ്തിട്ട് ചുറ്റും ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് 4-5 പ്രാവശ്യം കോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വാട്ടർ ലീക്കേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ നമ്മളൊരു ചെറിയ പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വെള്ളം അടിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഇവിടെ ഒരു പൈപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. നമ്മൾ സിമെൻറ്റ് ഇടുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ നമ്മൾ ജസ്റ്റ് പൈപ്പ് വയ്ക്കുക, പിന്നെ സിമെൻറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. വലിയ റിസ്ക്കുള്ള പണിയൊന്നും ഉണ്ടാവും. പിന്നെ നമ്മൾ മേലും ഒരു ചെറിയ പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വെള്ളം ഫ്ലോ ആയിട്ട് വരാണെങ്കിൽ
കുറേശ്ശെ വെള്ളം ഇതിലൂടെ ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നെറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ മീനൊന്നും അതിൽ ഒഴുകി പോകാണ്ട് വെള്ളം മാത്രം കുറേശ്ശെ ഒഴുകി പൊക്കോളും. അങ്ങനെ നമ്മൾ 4-5 ദിവസത്തിന് ശേഷം ടാങ്കിൽ ഫുള്ളായിട്ട് വെള്ളമൊക്കെ നിർത്തി. അപ്പം നമ്മളിപ്പോൾ തന്നെ മീൻ അതിലേക്ക് ഇടാൻ പാടില്ല എന്ന് പറയണത്. അതിൻ്റെ ചിലപ്പോൾ കെമിക്കൽ എഫക്റ്റ് കാരണം മീനൊക്കെ ചത്ത് പൊന്താൻ ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ആദ്യം വാഴപ്പിണ്ടിയുടെ കഷ്ണങ്ങൾ, പിന്നെ ചാണം കലക്കിയ വെള്ളം, വാഴയുടെ ഇല അതൊക്കെ ഇട്ടിട്ട് 4-5 ദിവസം നമ്മൾ വെള്ളം കെട്ടി നിർത്തുമെന്നാണ് വിദഗ്ധന്മാരൊക്കെ പറയണത്. അപ്പോൾ ആ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാഴയുടെ പിണ്ടിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചാണകം കലക്കിയ വെള്ളം ഒഴിക്കും മുമ്പ് എനിക്കൊരു ചെറിയ ആഗ്രഹം ഈ ടാങ്കിലോട്ടൊന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. അപ്പോൾ എൻ്റെ മുട്ട് വരെ വെള്ളമുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 3-3.5 അടി താഴ്ചയുണ്ടാവും. പിന്നെ ഒരു 10 അടി നീളവും 5 അടി വീതിയാണ് ടാങ്കിൻ്റെ സൈസ് ഏകദേശം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട്. മീനുകൾക്കൊക്കെ അത്യാവശ്യം നീന്തി കളിക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ടാങ്കിൽ. ചാണകം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് പച്ച ചാണകമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം 4-5 ദിവസം നമ്മളിപ്പോൾ ഇതിനകത്ത് ഇട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മളിനി ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ മീൻ ഇടാൻ പോണത്. നമ്മൾ 3 ദിവസത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ ടാങ്കിലെ വാഴപ്പിണ്ടിയും വാഴയിലൊക്കെ ചാണകമുള്ളൊക്കെ എടുത്ത് കളയാൻ പോവാണ്. ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടാങ്കിലെ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി വെള്ളമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ മീനിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലെ മീൻ എന്ന് പറയുന്നത് ഫിലോപ്പിയുടെ മീനാണ്. ഫിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്തോട്ട് ഇടാൻ പോണത്. അപ്പോൾ ഇതാദ്യം നമുക്കൊരു ടാങ്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ടാങ്ക് നമ്മൾ മൂടി അതിൽ നിന്ന് നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള കുറേ കുഞ്ഞുങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഫിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ടാങ്കിനകത്ത് വളർത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉണ്ടല്ലേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോൾ നല്ല വലിപ്പം വെക്കുന്ന കുഞ്ഞുങ്ങളാണ് അതെല്ലാം. അങ്ങനെ ഏകദേശം ഒരു 40ഓളം കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ടാങ്കിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഈ ഏകദേശം ഒരു 6 മാസം കഴിയുമ്പോൾ ഇതെല്ലാം നല്ല സൈസാവും. അങ്ങനെ ഒരു 20-25 ദിവസത്തിന് ശേഷം ഉള്ള അവസ്ഥയാണിത്. ടാങ്കിലെ വെള്ളമൊക്കെ നല്ല പച്ച കളറായി. ഇതെന്ത് പ്രതിഭാസമാണെന്ന് അറിയില്ല. നല്ല പച്ച കളറായി ഇത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു കളറ് കിട്ടിക്കണത്. എന്നാലും നല്ല രസമുണ്ട് കാണാനായിട്ട്. ടാങ്കൊക്കെ നല്ല സ്ട്രോങ് ആണ്. വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ടാങ്കിൽ. നമുക്ക് മീൻ കുറച്ച് തീറ്റ കൊടുത്ത് നോക്കാം. ഇതാണ് നമ്മൾ ലോക്ക്ഡൗൺ പീരീഡിൽ നമ്മൾ തട്ടിക്കൂട്ടിയ നമ്മുടെ ഫിഷ് ടാങ്ക്. അപ്പോൾ ഇതൊരിക്കലും പ്രൊഫഷണൽ രീതിയിലല്ല നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം പ്രൊഫഷണൽ വേ ഓഫ് മേക്കിംഗ് എന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടിയിട്ടുള്ളതാണ്. ഒരുപാട് മിസ്റ്റേക്കൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്നതാണ്. ഒരു പെർഫെക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫിഷ് ടാങ്കിൻ്റെ ഒക്കെ ഒരു ആകൃതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപയോളാണ് ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. സിമെൻറ്റ് ഏകദേശം 4 ചാക്കോളം സിമെൻറ്റ് നമുക്ക് ആവശ്യം വന്നിട്ടുണ്ട്. ഏകദേശം 1500 രൂപയോളമായിട്ടുണ്ട്. പിന്നെ മണൽ എംസാൻഡ് ഏകദേശം 900 രൂപയുടെ എംസാൻഡാണ് നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 2500 രൂപയാണ് ടോട്ടൽ വന്നിട്ട്. പിന്നെ
കല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലവിടെ പറമ്പിലുണ്ടാകുന്ന പല മതിൽ പൊളിച്ചിട്ട് കിട്ടിയ വേസ്റ്റ് കല്ലുകളാണ്. അത് തന്നെ നമ്മൾ റീയൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലേബർ ചാർജ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് മേസ്തിരിയും കൂലിപ്പണി രാജനെല്ലാം ഞാൻ തന്നെയാണ്. അതിൻ്റെ ലേബർ ചാർജ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ മനോഹരമായ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത മനോഹരമായ എപ്പിസോഡ് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.